ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ കടന്നു പോകുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ കടന്നു പോകുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ കടന്നു പോകുന്നത്? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സക്സസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്ന നമ്പർ പറയാം. 14, 2, 12, 3, 16, 7, 12, 3, 9, 6. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ആദ്യം വന്നിരിക്കുന്ന കാർഡ്സ് കൺട്രോൾ എന്ന് പറയുന്നൊരു കാർഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതായി കാണുന്നു. ചില ഡബിൾ എനർജികളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാൻ, ഇവിടെ കൂടുതലും ജോലി സ്ഥലമാണ് കാണിക്കുന്നത്, വ്യക്തികളായിരിക്കാം. എന്താണ് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത്? നിങ്ങളിൽ ഗ്രോത്ത് വരാൻ പാടില്ല, നിങ്ങളിൽ നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിന് നിങ്ങളെ കൺട്രോൾ ചെയ്ത് ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. അതൊരു പക്ഷേ ബ്ലാക്ക് എനർജിയിലൂടെ ആകാം, അല്ലെങ്കിൽ അവരുടെ ബ്ലാക്ക് തോട്ടുകളിലൂടെയാകാം. നിങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞ് പരത്തിക്കൊണ്ട് നെഗറ്റീവ് തോട്ടുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. പോസിബിലിറ്റീസ് എന്ന് പറയുന്ന കാർഡാണ്. സാധ്യതകൾ. നിങ്ങൾക്ക് പല സാധ്യതകളും നഷ്ടമായി പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടും ഉയർന്നു പറക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, ഗ്രോത്തിലോട്ട് ചെന്നെത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. പേജ് ഓഫ് വാണ്ട് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഉയരത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ചിറകുകൾ തളർന്നു പോകുന്ന അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. കാരണം ഇവിടെ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മൂണിൻ്റെ എനർജിയിൽ നിങ്ങളെ വേട്ടയാടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പിറകെ ഉള്ളതായി കാണുന്നു. ഓക്കെ, മൂണിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ആണ്, നിങ്ങളുടെ ഇമോഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കൂടുതലും ശനിയാണ് കാണിക്കുന്നത്. ശനി 8 നമ്പർ ശനിയുടെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉയരത്തിലേക്ക് പോകുന്നതിന് തടസ്സമാക്കിക്കൊണ്ട് ശനി എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് നിൽക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ശനിയുടെ റെമഡികൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പരിഹാരമാണ് ബ്ലഡ് ഡൊണേഷൻ. മൂന്നെന്ന് പറയുന്നത് മാതാവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണ്. അവരെ കുറച്ച് സമാധാനവും സന്തോഷവും സ്നേഹവും നൽകുക എന്നുള്ളത് ഇതിൽ ഈ ഒരു റെമഡിയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മ ഉണ്ടെങ്കിൽ അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അമ്മയുടെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നത് നല്ലതാണ്. അമ്മയില്ലാത്തവർക്ക് ദൈവിക രൂപങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഭിക്ഷ എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ആഹാരങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അമ്മമാർക്ക് ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ അടുത്ത നമുക്ക് നോക്കാം. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പ്ലേഫുൾനെസ് വന്നിരിക്കുന്നത്?
സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഡബിൾ എനർജിയിൽ നിന്നും നിങ്ങളുടെ ഉയർച്ചയിലേക്ക് പോകുന്ന തടസ്സങ്ങളായി നിൽക്കുന്ന ശനിയുടെ അപഹാരത്തെയും എല്ലാം നിങ്ങൾക്ക് മാറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ ആ അന്ധകാരത്തിൽ നിന്നും പുറത്തു വരുവാൻ നിങ്ങൾക്ക് കഴിയും. സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന ഒരു കാർഡ്സാണ്. ടവറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? ടവർ വന്നിരിക്കുന്നത് ജഡ്ജിമെൻറ്റിൻ്റെ മുകളിലാണ് ടവർ വന്നിരിക്കുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ ഒരു മേജറായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായി കാണുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. അതൊരു പക്ഷേ നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കോ ആർക്കോ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതായി കാണുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമവുമായി ബന്ധപ്പെട്ട് കോടതിയോ കേസവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടുകാർക്കോ നിങ്ങൾക്കോ ബന്ധപ്പെട്ട് എന്തോ ഒരു വലിയ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായതായി കാണുന്നു. ചില വ്യക്തികൾ ഇവിടെ ഡിവോഴ്സ് ആയതായും കാണുന്നു. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡിവോഴ്സിന് വേണ്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയ വ്യക്തികളോ ഈ ഒരു സമയം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ന്യൂ വിഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായിട്ട് ചില കാര്യങ്ങൾ വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ചില മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അവസാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 4 ഓഫ് കപ്പ്. നിങ്ങൾ ചില വ്യക്തികൾ ഇഗ്നോർ ചെയ്തിരുന്ന എനർജിയിൽ കൂടിയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ എവിടെ ചെന്നിരുന്നാലും പ്രശ്നങ്ങളായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതെല്ലാം മാറി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു വാക്സ് ഈ മൂണിൽ നിന്നും ഈ ഒരു വാക്സ് മാറി മാറി വരികയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ നീങ്ങി വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് അത് ജീവിതത്തിൽ നന്മയ്ക്കായി യൂണിവേഴ്സ് കൊണ്ടുപോകുമെന്ന് ഇവിടെ പറയുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ എലോൺനെസ് വന്നിരിക്കുന്നത്? ദ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ അവസാനിച്ചതായി കാണുന്നു. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. ചില ബന്ധങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ചില റിലേഷനുകൾ ഇട്ടേച്ച് പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു റീബർത്താണ് നൽകുന്നത്. ഒരു ലൈറ്റനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ബട്ടർഫ്ലൈ ആണ് വരുന്നത്. ബട്ടർഫ്ലൈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജാണ് നൽകുന്നത്. ബട്ടർഫ്ലൈ ഇവിടെ മെസ്സേജാണ് നൽകുന്നത്. ഈ മെസ്സേജാണ് നിങ്ങളുടെ ജീവിതം ഒരു കംഫർട്ട് സോണിൽ നിർത്താനുള്ളതല്ല. അത് പൊട്ടിച്ച് പുറത്തു വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രകാശം നിങ്ങൾക്ക് കാണുവാനും ആ പ്രകാശത്തിലേക്ക് കടന്നു പോകാനും കഴിയുകയുള്ളൂ എന്ന് ഇവിടെ ബട്ടർഫ്ലൈയുടെ രൂപത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് മെസ്സേജ് നൽകുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങളൊരു അന്ധകാരത്തിലേക്ക് പോകുകയല്ല വേണ്ടത്. ഇവിടെ ഗ്രോത്ത് കാണുന്നുണ്ട്. ചെറിയ പ്രകാശമാണെങ്കിലും ഒരു മിന്നാമിനിങ്ങിൻ്റെ പ്രകാശമാണെങ്കിലും നിങ്ങളുടെ മുന്നിലെത്തുന്നത് എന്ത് തന്നെയാണെങ്കിലും, ഈ ഒരു വാക്ക് തന്നെയാണെങ്കിലും ഈ റീഡിങ് തന്നെയാണെങ്കിലും ഈ പ്രകാശം ഇത് നിങ്ങളെ മറ്റ് ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഇവിടെ അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ടേണിംഗ് പോയിൻ്റ് ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമുക്ക് എന്തെങ്കിലും ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കർമ്മയുടെ ഫലമാണ്. കർമ്മയായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മളുടെ ഈ ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാ ദൈവങ്ങൾക്ക് പോലും ചില കർമ്മ പീരിയഡ്സുകൾ ഉണ്ടായിരുന്നു. ഏതൊരു മതവിശ്വാസത്തിൽ എടുത്തിരുന്നാലും നമുക്ക് ആ ഒരു പീരിയഡ്സിന് നമുക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് നമുക്ക് അവർ എന്താണ് കാണിച്ചു തരുന്നത്? അവർ വന്ന വഴി, ഈ വഴിയിൽ കൂടിയെല്ലാം നിങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കത് അവരുടെ ലൈഫ് കൊണ്ട് എഴുതി കാണിച്ചു തരികയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ചോ, നിങ്ങളിൽ നിന്നും
നല്ല നല്ല കാര്യങ്ങൾ എടുത്തിട്ടും നിങ്ങളെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വഞ്ചിച്ചോ അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ദൈവങ്ങൾ ഇവിടെ ഭൂമിയിൽ വന്നിട്ടുള്ള സമയത്ത് ഇതെല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ നമുക്ക് വരച്ച് കാണിച്ച് തന്നിട്ട് പോയിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. ഇത് നിങ്ങളുടെ അവസാനമല്ല. ഒരിക്കലും തളർന്നു നിൽക്കരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴെന്തോ ഒരു കാര്യം സംഭവിച്ചതായി കാണുന്നു. എന്ത് കാര്യമാണ് അത് സംഭവിച്ചിരിക്കുന്നത്? ഒന്നിലധികം ആൾക്കാർ നോക്കുന്നത് കൊണ്ട് ഇവിടെ ഡിവോഴ്സ് ആയിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻ രണ്ടും രണ്ട് ഭാഗത്തായി തിരിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങളെ കുറ്റം വിധിച്ചിരിക്കുന്നതായി കാണുന്നു. ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങൾ ചില ശിക്ഷിച്ചതായി കാണുന്നു. ഓക്കെ, ചെയ്യാത്ത നിങ്ങൾ മനസ്സുപോലും അറിയാത്ത ചില കാര്യങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മാനസിക നില തന്നെ തെറ്റുന്ന രീതിയിൽ വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ലാത്ത വിധം നിങ്ങൾ താഴേക്ക് വീണതായി കാണുന്നു. അതൊരു പക്ഷേ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അത് ഈ ഒരു ഡെവിള് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം. കാരണം ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് സന്തോഷം വേണമോ ദുഃഖം വേണമോ എന്ന് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ഡെവിളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നില്ല. ഈ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് നിൽക്കുന്നു, പക്ഷേ സക്സസ് ലഭിക്കുന്നില്ല. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പല കാര്യങ്ങളിൽ ഭയപ്പെടുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സക്സസ് വരാത്തത്? നിങ്ങൾ ആകെ തളർന്ന് മാനസികമായും ശാരീരികമായും നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആണ് നിങ്ങളുടെ എനർജി. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതിന് പരിഹാരവും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് പരിഹാരമാണ് എൻ്റെ വ്യൂസിന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടക്കുന്നതിന് വേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്ത് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് പരിഹാരമാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, 2 ഓഫ് കപ്പ്. സെൽഫ് ലവ് ചെയ്യുക, സ്ട്രെങ്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പരിഹാരമായി യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 4, 5, 6, 7, 9, 12, 3, 2. ഓക്കെ, 7 ചക്ര മെഡിറ്റേഷൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ 7 ചക്ര മെഡിറ്റേഷൻ, നിങ്ങളുടെ ചക്രാസിനെ നിങ്ങൾ ചാർജ് ചെയ്യുക. അപ്പോൾ ചോദിക്കും, ഞാൻ എന്നും ചാർജ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ 7 ചക്ര ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വീഡിയോസുകൾ, വഴക്ക് കൂടുന്ന വീഡിയോസുകൾ, അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ചക്രാസ് വീണ്ടും ഡീആക്ടിവേറ്റ് ആവും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളത് വീണ്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കുക, ചക്രാസ് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആഹാരത്തെ പോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട ആരോഗ്യത്തെ പോലെ തന്നെ മനസ്സിനും ആരോഗ്യം ആവശ്യമാണ്. അപ്പോൾ ആ ആരോഗ്യം കൊടുക്കുന്നത് ഫുഡിലൂടെയല്ല, നമ്മുടെ സന്തോഷത്തിലൂടെയും നമ്മൾ ആത്മീയതയിലൂടെയാണ് നമ്മുടെ ആത്മാവിന് നമ്മൾ ആരോഗ്യം കൊടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് പരിഹാരമാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഇത് എംപററിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ, ഇപ്പോൾ ഏത് സിറ്റുവേഷനാണോ നിങ്ങൾ നിൽക്കുന്നത്, യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അവെയർനെസ് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണോ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കൊരു ബോധോദയം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ സ്ട്രെങ്തോടു കൂടി തന്നെ ഇരിക്കുക. നിങ്ങളിലൊരു സ്റ്റെബിലിറ്റി നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലേക്ക് മറിഞ്ഞും തിരിഞ്ഞും പോകാതെ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ ആ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ വിട്ടു മാറുന്നതായി കാണുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ അത് പവർഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ
5 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്. എന്താണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമയത്തിന് വേണ്ടി യൂണിവേഴ്സ് നമുക്ക് ഗിഫ്റ്റ് നൽകുന്ന സമയത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷമയോട് കാത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിരാശ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുക. നിങ്ങൾ കോൺഫ്ലിക്റ്റിലേക്ക് കടന്നു പോകാതിരിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് 4 ദിവസം ഞാൻ 7 ചക്ര ചെയ്തിട്ട് 5ാമത്തെ ദിവസം എനിക്ക് കാര്യം നടന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് പല വ്യക്തികളും ആ ഗ്രോത്ത് വരുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പേ അത് പിഴുത് ആ ഒരു വിശ്വാസത്തെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. ഒരു കാര്യം വേര് പിടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ഫലമുണ്ടായില്ല എന്ന് വിചാരിച്ച് അത് പിഴുത് നോക്കുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി കോൺഫ്ലിക്റ്റ് ആണ്. ആ പിഴുത് നോക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. ആ കോൺഫ്ലിക്റ്റിലേക്ക് കടന്നു പോയിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും ടെൻഷനും അതും ഇതും കൊണ്ടുവന്ന് ആ വിശ്വാസത്തെ നശിപ്പിച്ച് കളയുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തെ നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, പരിഹാരമാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഫാമിലിയോടൊപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുക. ഫാമിലിക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം തിരക്കുകളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും ആ മൊബൈൽ പോലും മാറ്റി വെച്ചുകൊണ്ട് ഫാമിലിയോടൊപ്പം നമുക്ക് ഒരു ദിവസം, ആ ഒരു ദിവസം സൺഡേ ആണെങ്കിൽ സൺഡേ തന്നെ പറയുന്നുണ്ട്, നീ എല്ലാ ദിവസവും ജോലി ചെയ്യുക, അവസാനത്തെ ഒരു ദിവസം ഒരൊറ്റ ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിലാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ മധ്യത്താണ് ദൈവം വസിക്കുന്നത്. ഓക്കെ, സന്തോഷമുള്ള കുടുംബത്തിലേക്ക് സാമ്പത്തികം വന്നു ചേരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒക്കെ പരിഹാരങ്ങൾ ഇതാണ്. നമ്മൾ പരിഹാരങ്ങളെ തേടി പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഓടും. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്കുള്ള പരിഹാരങ്ങൾ യൂണിവേഴ്സ് വേറെ എങ്ങും കൊടുത്തിട്ടില്ല, നിങ്ങളിൽ തന്നെയാണ് പരിഹാരവും കൊടുത്തിരിക്കുന്നത്. അതുണ്ട്, ഒരു സൃഷ്ടിച്ചവന് മാത്രമാണ് അതിനെ നിഗ്രഹിക്കുവാനുമുള്ള അധികാരമുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു പ്രശ്നത്തെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെയാണ് ആ സൃഷ്ടിയെ അവസാനിപ്പിക്കാനുള്ള ശക്തിയും ഉള്ളത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പം സന്തോഷത്തെ കൊണ്ടുവരാൻ നോക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഹെർമിറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ആത്മാവിലെ ശബ്ദത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിൻ്റെ ഉള്ളിലാണ് എന്ന് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പുറമെയാണ് അന്വേഷിക്കുന്നത്, മറ്റു ചില വ്യക്തികളിലാണ് സഹായങ്ങൾ നിങ്ങൾ തേടുന്നത്. നിങ്ങൾ ചതിക്കുന്ന വ്യക്തികളിലേക്കാണ് നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു തേജസ്സിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങളുടെ സോള് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് പോകേണ്ട വഴി സോള് നിങ്ങൾക്ക് കാട്ടിത്തരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, നമ്മൾ മറ്റു വ്യക്തികൾ, അയ്യോ ആ വ്യക്തി എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സമാധാനമായാനാ, ഈ വ്യക്തിയിൽ നിന്ന് ഈ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ സമാധാനമായാനാ, ഈ പൈസ എനിക്കിന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ സമാധാനമായേനെന്ന് പറയും. പക്ഷേ ഈ വരുന്നതെല്ലാം നമുക്ക് അല്പം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് വരും, 5 ദിവസം കഴിയുമ്പോൾ ആ വന്ന സാധനങ്ങൾ പോകുമ്പോൾ വീണ്ടും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത്, നമ്മളെ ചതിക്കുന്നതും വഞ്ചിക്കുന്നതും നമ്മളെ വിട്ടുപോകുന്നതുമായിട്ടുള്ള മറ്റ് തേർഡ് പാർട്ടീസിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ യൂണിവേഴ്സ് തന്നിരിക്കുന്നതായിട്ടുള്ള ആ പ്രകാശത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കുക. അത് നിങ്ങളെ താങ്ങി നടത്തുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സും കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻ ഒന്നുകിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ തന്നെയാണെങ്കിലും കറങ്ങിച്ചുറ്റി അവർ നിങ്ങളിൽ തന്നെ എത്തും. അവർ എവിടെയൊക്കെ സഞ്ചരിച്ചിരുന്നാലും ശരി തന്നെ നിങ്ങളിലേക്കാണ് അവർ വീണ്ടും വന്നെത്തുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ബാലൻസിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെ വിട്ടേച്ച് പോയതാണ്. കണ്ടോ, 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളെ വിട്ടേച്ച് പോയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ
നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റിലേക്ക് നോക്കുമ്പോഴെല്ലാം അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. നിങ്ങളെ നല്ല രീതിയിൽ അവർക്ക് മിസ്സ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് മാപ്പ് പറയുന്നു. എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? നിങ്ങളെ വിട്ടിട്ട് അവർ മറ്റു ചില വ്യക്തികൾക്ക് അവരുടെ സ്നേഹവും സമയവും കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്തിരിക്കുന്നത്. ആ ഒരു തെറ്റിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഓക്കെ, ആ ഒരു എനർജിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ വന്നിട്ട് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരണം. നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നിങ്ങളെ നല്ല രീതിയിൽ അവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നല്ലൊരു സന്തോഷത്തിൽ മുന്നോട്ട് പോകണം, റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഓർമ്മകളിൽ കൂടി പഴയതുപോലെ എങ്ങനെയാണോ എത്രത്തോളം സന്തോഷത്തിൽ നിന്നോ അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകണമെന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് കപ്പിൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ ചില വ്യക്തികളെ, അല്ലെങ്കിൽ അവർക്ക് ഭ്രമമുണ്ടായി നിങ്ങളെ കഴിയും നല്ലത് മറ്റൊന്നാണ്. കാരണം ഒന്നിലധികം ഇവിടെ കപ്പുകളെ കാണാം. അപ്പം ഏതെടുക്കണമെന്നറിയാതെ ഇതിനെ കഴിയും ബെറ്റർ ഇതാണോ എന്ന് വിചാരിച്ച് അവർ പോയി. അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ചേർന്ന സമയത്ത് നിങ്ങളുടെ ഓറ പവർ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഏറ്റവും താഴെ കിടന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ചേർന്നപ്പോൾ അവർക്ക് വെച്ചടി ഉയർച്ച വന്നപ്പോഴത്തേക്ക് അവർ വിചാരിച്ചു അവർക്ക് ഏറ്റവും നല്ല സമയങ്ങൾ വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെക്കഴിയും ബെറ്റർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കിട്ടും, കുറച്ചുകൂടെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം കിട്ടുമെന്ന് അവർ ചിന്തിച്ചു. അവരുടെ മുന്നിൽ ഒന്നിലധികം ഓപ്ഷനുകൾ വന്നുകൊണ്ടേയിരുന്നു. കാരണം നിങ്ങളുടെ ഓറ പവറിൽ അവർക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് മറ്റുള്ള വ്യക്തികളെല്ലാം അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തു. പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് അവരിലേക്ക് പല കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്തു വന്നിരുന്നു. അതുകൊണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റേതോ കാര്യം സെലക്ട് ചെയ്തത് അത് പാമ്പായിട്ട് മാറി. ഓക്കെ, കർമ്മയുടെ ഫലം കൊണ്ട് അവർ സെലക്ട് ചെയ്തത് നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റത് സെലക്ട് ചെയ്തത് അവരെ കൊത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് അവരിപ്പോൾ ഓർക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായി കാണുന്നു. 4 ഓഫ് വാണ്ട് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് 4 ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഇപ്പോൾ ദ സ്റ്റാർ ആണ്. നിങ്ങൾ അവരുടെ കയ്യെത്തും ദൂരത്തല്ല. നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് ദൈവികമായിട്ടുള്ള അനുഗ്രഹം വന്നിരിക്കുന്നു. ഇപ്പം നിങ്ങളൊരു മായാവിയായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്ന ഒരു ശക്തി നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഓക്കെ, അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങളെന്ന് പറയുന്ന ഒരു ദൈവികതയുള്ള ഒരു വ്യക്തിയാണെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട്, നിങ്ങൾ എവിടെ കാലുകുത്തുന്നു അവിടെ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ആരോടൊപ്പമാണോ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വലിയ സ്റ്റാറായി, അവർക്ക് കയ്യെത്തും ദൂരത്തല്ല ഇപ്പോൾ നിങ്ങളുള്ളത് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ മാപ്പ് പറയുന്നു. നിങ്ങളുടെ ആ ദൈവികതയെ ഓർത്ത്, അല്ലെങ്കിൽ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർ ഉള്ളിൻ്റെ ഉള്ളിൽ മാപ്പ് പറയുന്നു. ഇവിടെ ഒരു അമ്മയും കുഞ്ഞിനെയും കാണാം. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇവിടെ ഒരു അമ്മയും കുഞ്ഞിനെയും കാണാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ട്. ഓക്കെ, അപ്പം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയോ അല്ലെങ്കിൽ തിരിച്ചോ, ഇതിപ്പം ഫീമെയിൽ ആകണമെന്ന് തന്നെ ഇല്ല, മെയിലും ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാപ്പ് പറയുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചതിന്, അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പറ്റിച്ചതിന് അവരിപ്പോൾ മാപ്പ് പറയുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ദ വേൾഡിന്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങൾ ഒരു പക്ഷേ ഗൾഫിലായിരിക്കാം, ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്, ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം ഉള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഡെവിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡെവിളിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഡെവിള് കയ്യിൽ, ഒന്നുകിൽ നിങ്ങളെ വിട്ടുമാറുന്നതിന് ചില ഡെവിൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും. ആ ഡെവിളിൻ്റെ ശക്തിയിൽ, അല്ലെങ്കിൽ ആ ഡെവിളിൻ്റെ സപ്പോർട്ടോട് കൂടി ആയിരിക്കാം നിങ്ങളെ അവർ വിട്ടുകളഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ ആ ഡെവിളിൻ്റെ കയ്യിൽ, അന്ന് അവർക്ക് ആ ഡെവിള് നല്ലതായിരുന്നു, പക്ഷേ
കാലക്രമേണ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഡെവിള് തൻ്റെ സ്വഭാവം തനിയെ പുറത്തെടുക്കും. ഇപ്പോൾ ഡെവിളിൻ്റെ കയ്യിലെ നൂൽപ്പാവയാണ് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കുന്നത്. ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവരിലേക്ക് എത്താൻ പറ്റാത്ത വണ്ണം തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ അവർ ഹെർമിറ്റിലാണ് കടന്നു പോകുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളും അവരെ ഉപേക്ഷിച്ചു പോയതായി കാണുന്നു. ഓക്കെ, അവരാരെയൊക്കെയാണോ വട്ടം ചുറ്റി നിന്നിരുന്നത് അല്ലെങ്കിൽ ആരെയൊക്കെയാണോ കൂട്ടുപിടിച്ചിരുന്നത് അവരെല്ലാം അവരെ വിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അവരുടെ ലോകമെന്നും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്താണെന്നും അവരിപ്പോൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് കടന്നു വരണം, ബാലൻസ് വേണമെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളെ തിരിഞ്ഞു നോക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് വേൾഡിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് അവർക്ക് നഷ്ടബോധമാണ്. അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഏറ്റവും വിലപിടിപ്പുള്ള ചില കാര്യങ്ങളെ അവർ ഈ കാല് വെച്ച് തട്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെ അവർ നഷ്ടപ്പെടുത്തിയതോർത്ത് അവർ വലിയ ദുഃഖത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. എൻ്റെ ചാനലിൽ നിന്ന് നോട്ടിഫിക്കേഷൻ പോകാത്തത് കൊണ്ട് ദയവായി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.